എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ഓശാന ഞായറാഴ്ചയാണ്. അതിൻ്റെ തലേ ദിവസം നമ്മൾ കോഴിക്കോട്ടെ ശനിയാഴ്ചയായിട്ട് ആചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കോഴിക്കോട്ടെ ശനി എന്താണെന്ന് ഓൾമോസ്റ്റ് എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയായിരിക്കും. നമ്മൾ ഓശാന ഞായറാഴ്ചയുടെ തലേ ദിവസമായ ശനിയാഴ്ച കോഴിക്കോട്ടെ ശനിയായിട്ട് ആചരിക്കുന്നുണ്ട്. അത് നമ്മൾ വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായിട്ട് ആചരിക്കുന്നതാണ്. അപ്പൊ ഇന്ന് തൊട്ടായിരിക്കും 50 നോമ്പെടുക്കാത്ത എല്ലാവരും തന്നെ ഈ ഒരാഴ്ചത്തെ നോമ്പെടുക്കും. അപ്പൊ വിശുദ്ധ വാരാചരണത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് നമ്മൾ കോഴിക്കോട്ടെ ഉണ്ടാക്കി ആചരിക്കുകയാണ്. ലാസറിന്റെ സഹോദരിമാര് ഈശോയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു പലഹാരമായിട്ടാണ് കോഴിക്കോട്ടിനെ കരുതപ്പെടുന്നത്. അവർ ഈശോ വരുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് കൈകൊണ്ട് മാവ് കുഴച്ചുണ്ടാക്കിയ ഒരു പലഹാരമായിട്ടാണ് കോഴിക്കോട്ടെ കരുതപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു സൂചകമായിട്ട് വിശുദ്ധ വാരാചരണത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഇങ്ങനെ കോഴിക്കോട്ടെ ഉണ്ടാക്കി ആചരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കോഴിക്കോട്ടെ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും എന്നറിയാം. അപ്പം എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഈ കട്ടയ്ക്ക് ഒരു 5 കട്ടയുടെ ശർക്കരയാണ് ഉരുക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഏലക്കയും ജീരകവും പഞ്ചസാരയും കൂടി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാണ്. ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ്. അപ്പൊ നമ്മള് ഈ തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് കുറച്ച് ഏലക്കയും ജീരകവും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് മണത്തിന് വേണ്ടിയിട്ട്. ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടുവേ. അപ്പൊ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴക്കാം. അപ്പൊ പൊടി കുഴക്കാൻ പോവാണ്. അരിപ്പൊടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പൊടി ഇട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിടുവാണ് കേട്ടോ. അപ്പൊ തിളച്ച വെള്ളം ഒഴിച്ച് വേണം പൊടി കുഴക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കുഴച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ കുറെ ഉണ്ടാക്കണ എന്താന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളിപ്പം അയൽക്കാരൊന്നും ഇല്ല, ഫ്ലാറ്റിലല്ല താമസം. ഫ്ലാറ്റിലാവുമ്പോൾ നമ്മൾ നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കുമായിരുന്നു. ഹിന്ദുക്കളായുള്ളവർക്കൊക്കെയാണ് കൂടുതൽ കൊടുക്കുന്നത്. ബാക്കി ക്രിസ്ത്യൻസ് എല്ലാവരും ഇത് ഉണ്ടാക്കുമല്ലോ. ഇന്നിപ്പോ ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. എല്ലാവർക്കും അത്യാവശ്യം ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഫില്ലിങ് ചേർത്ത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്യണം.